നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂക്കറ്റ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഞാൻ ചാനലിൻ്റെ പേര് മാറ്റിയിരിക്കുന്നു. ന്യൂ റൂട്ട് ചാനൽ എന്നാക്കിയിരിക്കുന്നു. അപ്പം ന്യൂ റൂട്ട് ചാനൽ എന്ന് അടിച്ചാൽ മാത്രമേ വീഡിയോയുടെ അഡ്രസ്സ് കാണുകയുള്ളൂ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തമ്പനെയിലിൽ ഞാൻ പറയുന്നു, ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി. അതായത് ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്നത് എന്താണ് വയനാട്ടിലെ സംഭവവികാസങ്ങളെ പറ്റി എന്നായിരുന്നു. അതിനുള്ള പ്രകൃതിയുടെ കാരണങ്ങൾ എന്തായിരുന്നു എന്നതിന് അതിന് ബാക്കി വീഡിയോ ആണത്. സുഹൃത്തുക്കൾ, അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഗ്ലോബൽ വാർമിങ് എന്ന് പറഞ്ഞാൽ ആഗോളതാപനം എന്നാണ് അർത്ഥം. ഈ ആഗോളതാപനത്തിന് പ്രധാനമായിട്ട് 2-3-4 കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒരിക്കലും നമുക്ക് മോചനമില്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രദാനം ചെയ്യുന്നത് വൃക്ഷങ്ങളാണ്. അത് എല്ലാ രാജ്യത്തും അതെ. അല്ലാതെ ഓരോ രാജ്യത്തെ ദൈവങ്ങൾ ഓരോ രാജ്യത്ത് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയല്ല ചെയ്തത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ തെറ്റ്. ദൈവം എന്ന് പറയുന്ന ഒരാൾ ഈ ഭൂമി ഗോളത്തിൽ മുഴുവൻ, സൂര്യഗോളം ഭൂമിഗോളം എന്നാണല്ലോ, ഭൂമിഗോളത്തിൽ മുഴുവൻ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും ശ്വസിക്കത്തക്ക രീതിയിൽ അറ്റ്മോസ്ഫിയർ ക്ലിയറാക്കാൻ വേണ്ടി മാത്രമാണ് മരങ്ങളുണ്ടായത് എന്നുള്ളതാണ് സത്യം. ആ അറ്റ്മോസ്ഫിയറിലുള്ള വിഷാംശങ്ങൾ എടുത്തു കളയാനാണ് പാമ്പുകൾ, പഴുതാരകൾ, വലിയ വലിയ വിഷജന്യ വസ്തുക്കൾ മുഴുവൻ ഉണ്ടായത്. അതായത് സൂര്യരശ്മിയിൽ നിന്ന് വിഷവസ്തുക്കൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ അറ്റ്മോസ്ഫിയർ ക്ലിയർ ആവണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വായുവിലുണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ ഹൃദയത്തിനത് താങ്ങാൻ കഴിയുന്നതല്ല. പക്ഷേ ആഗോളതാപനത്തിൻ്റെ കാരണം അത് മാത്രമല്ല. ആഗോളതാപനത്തിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ട്രെയിൻ കണ്ടിട്ടുണ്ട്, ബസ്സുകൾ കണ്ടിട്ടുണ്ട്. പഴയകാല ബസ്സുകളൊക്കെ കരി തുപ്പിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാ രാജ്യത്തും അമിതമായ വാഹനങ്ങളുണ്ട്. എല്ലാ രാജ്യത്തും വീട്ടിലും വിറക് കരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. പല രാജ്യത്തും കൽക്കരി കൊണ്ട് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രയേൽ പോലും കൽക്കരി കൊണ്ട് കറണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൽക്കരി പാടങ്ങൾ നമ്മളെ ഇന്ത്യയിലുമുണ്ട്. വിദേശത്തുള്ള കൽക്കരി പാടത്തിൽ അദാനിക്ക് പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്താപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ, ഈ ആഗോള താപനം എന്ന് പറയുമ്പോൾ എല്ലാ വിഷയവും നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. ഇതിനാകെ രക്ഷയായിട്ട് വരുന്നത് വൃക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. വൃക്ഷങ്ങൾ 2-3-4 കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് വായു ലഭിക്കാൻ വൃക്ഷങ്ങൾ ഒരു കാരണമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ വായു ഉള്ളുമ്പോൾ തന്നെ ആ വായു അമിതമായ ചൂടാണെങ്കിൽ അതിന് കാരണം വൃക്ഷങ്ങളില്ലാഞ്ഞിട്ടല്ല. അതിന് കാരണം ഞാൻ ഇപ്പം മേൽപ്പറഞ്ഞ സംഭവമാണ്. ഇനി ഇതൊന്നും കൂടാതെ 2 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും തന്നെ മുക്തമല്ല. അതെന്താണെന്ന് വെച്ചാൽ, ലോകം മുഴുവൻ നമ്മൾ വീട് വെച്ചാണ് താമസിക്കുന്നത്. ഈ വീടുകളിൽ എല്ലാം നമ്മൾ ഫ്രിഡ്ജും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന ഒരു വാതകം പുറപ്പെടുന്നുണ്ട്. അപ്പോൾ
അത് കണക്കാക്കിയിട്ട് ഇവിടെ ഫ്രിഡ്ജ് ആരും ഉപയോഗിക്കാതിരിക്കുന്നില്ല. രണ്ടാമതൊരു കാരണം, ഓരോ വീട്ടിലും എ സി ഉണ്ട്. പലവിധ ചൂടുള്ള രാജ്യങ്ങളിലും അമിതമായി എ സി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു വാതകം ഓസോൺ പാളിക്ക് വിള്ളലേൽക്കുന്ന രീതിയിൽ മേലേക്ക് പുറപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇത് ആഗോള താപനത്തിനും പ്രകൃതിക്ഷോഭത്തിനും വഴിവെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ ഇതൊക്കെ നമ്മൾ നിർത്തുമോ? അതൊന്നുമില്ല. നമുക്കാകെ ഈ ഭൂമിയേ ഉള്ളൂ, എല്ലാവർക്കും ശ്വസിക്കാനും ജീവിക്കാനായിട്ട്. പക്ഷെ നമ്മളാൽ തന്നെ ഈ അപകടകരമായ അവസ്ഥ വരികയാണ്. അപ്പോൾ പ്രകൃതിക്ഷോഭത്തിനും പല നാശനഷ്ടങ്ങൾക്കും ഇതൊരു ഹേതുവാകും. അപ്പം നമ്മൾ വെറുതെ പറയും നമ്മൾക്ക് കാലാവസ്ഥ ഒരു മുന്നറിയിപ്പും തന്നില്ല. എന്ത് മുന്നറിയിപ്പ്? മനസ്സിലായില്ലേ? ഒരു മുന്നറിയിപ്പ് തന്നിട്ടും കാര്യമില്ല. അതിൻ്റെ പുറമെയാണ് നമ്മൾക്ക് വിവരമില്ലാതെ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കത്തക്ക വിധത്തിൽ പ്ലാസ്റ്റിക് കരിക്കലും, ഞാൻ പറഞ്ഞില്ലേ തെർമോക്കോൾ കരിക്കലും, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വാഹനത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞില്ലേ പുക വായുവിൽ കലർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊന്നും നമുക്ക് ഒരിക്കലും തന്നെ മോചനമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓരോ വൃക്ഷങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കുക, കൂടുതൽ വെക്കാൻ ശ്രമിക്കുക. കേരളത്തിൽ 14 ജില്ലകൾ തോറും സ്കൂൾ തലങ്ങളിലൂടെ വൃക്ഷങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ കാരണം അതാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ്. ചില ആളുകൾ പറയും കടലിൽ മഴ പെയ്യുന്നുണ്ടല്ലോ, മരുഭൂമിയിൽ മഴ പെയ്യുന്നുണ്ടല്ലോ, അവിടെയൊക്കെ വൃക്ഷം ഉണ്ടായിട്ടാണ്. ഇതൊക്കെ പരമമണ്ടത്തരാണ്. മനസ്സിലായി? നമ്മൾക്ക് ഈ വായു തണുത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ തണുത്ത് കിട്ടുമ്പോൾ മാത്രമാണ് ഈ മഴ വർഷിക്കുന്നത്. ഇപ്പോൾ ഈ താപനത്തിൻ്റെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, മഴ പെട്ടെന്ന് വർഷിക്കുകയും അത് എത്രയാണ് വ്യാപ്തി എന്നറിയാത്ത വിധം കണ്ടമാനം വെള്ളം ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്, ഈ പ്രകൃതിക്ഷോഭം മൂലം ഭൂമി കുലുങ്ങുകയും വേണമെങ്കിൽ മണ്ണൊക്കെ കുത്തിയൊലിച്ചു പോവുകയും, അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പരമാവധി നമ്മൾ പ്ലാസ്റ്റിക് കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്ലാസ്റ്റിക് നമ്മൾ വീടുകളിലൊക്കെ വന്നിട്ട് 50 രൂപ പ്രകാരം വാങ്ങിക്കൊണ്ടുപോയിട്ട് തുറസായ സ്ഥലത്ത് വെച്ച് കത്തിച്ചു വിടുക തന്നെയാണ്. ഈ വായു മേലേക്കാണ് പൊന്തിപ്പോകുന്നത്. ഇത് നമ്മൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് എവിടേക്കും തന്നെ പോകുന്നില്ല. അപ്പം നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, പരമാവധി പ്ലാസ്റ്റിക്കൊന്നും കരിക്കാതിരിക്കുക. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ ജീവിക്കാനുള്ള ഒരു ഭൂമി തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭൂമിയെ നശിപ്പിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു വീഡിയോയിൽ നിന്ന് ഞാൻ പിൻവലിയുന്നു. ഇനി വീണ്ടും മറ്റൊരു വിഷയവുമായി നമ്മൾ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടതിന് നന്ദി. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.